പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗപരിത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം വീണ്ടും ഒന്ന് ഓർപ്പിക്കട്ടെ. ഗോഡ്സ് വേർഡ് ഈസ് ദ കീ ടു വാക്കിംഗ് ഫെയ്ത്ത്ഫുള്ളി വിത്ത് ക്രൈസ്റ്റ്. തിരുവചനത്തിൻ്റെ പ്രാധാന്യം അത്ര വലുതാണ്. ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക് നാം കുഴിച്ചു ചെല്ലുമ്പോഴാണ് അനേക കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. ഒത്തിരി റെസൊല്യൂഷൻസ് നമുക്കെടുക്കാൻ പറ്റും. ആ റെസൊല്യൂഷൻസൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഹാബിറ്റായിട്ട് മാറുകയും ചെയ്യും. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 18-ാം വാക്യം. ലൂക്ക് ചാപ്റ്റർ 15:18. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. സ്തോത്രം. നമ്മൾ പറയും മുടിയനായ പുത്രൻ അല്ലെങ്കിൽ പ്രോഡിഗൽ സൺ. ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടില്ല. ആ വ്യക്തി നമ്മുടെ ലോസ്റ്റ് സൊസൈറ്റിക്ക് ഒരു ഗ്രാഫിക് പിക്ചർ തരുക. പിന്മാറ്റത്തിൽ പോയ ഒരു മനുഷ്യൻ്റെ. ദൈവത്തോട് നമ്മൾ കൂടുതൽ സമയം പ്രാർത്ഥനയിലും വചനവായനയിലും ഒക്കെ ചെലവഴിച്ച് ദൈവത്തിൻ്റെ ആത്മാവെ എന്നെ നീ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ പിന്മാറ്റം അതുമായി പിശാച് നമ്മളെ സമീപിക്കത്തില്ല. ഇവിടെ ഈ പ്രോഡിഗൽ സൺ ദൈവത്തിന് മനുഷ്യരാശിയോടുള്ള ആ അനുകമ്പ, ആ ആർദ്രത, ആ കരുണയെ വെളിവാക്കുന്നു. കാരണം പിന്മാറ്റത്തിലേക്ക് പോയെങ്കിലും മടങ്ങി വന്നവനെ സ്വീകരിപ്പാൻ അവൻ്റെ അപ്പൻ റെഡിയായിരുന്നതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എവിടെയെങ്കിലും നമ്മൾ ബാക്ക് സ്ലിഡൺ ആയിട്ടുണ്ടെങ്കിൽ തിരിച്ച് നമ്മുടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരണം. ആദ്യം അവന് തന്നെ മനസ്സിലായി അവൻ ചെയ്യുന്നത് തെറ്റാണെന്ന്. റിപ്പൻറ്റൻസിൻ്റെ ആവശ്യതയെക്കുറിച്ച്, അതിൻ്റെ റിയാലിറ്റിയെക്കുറിച്ച് ഒക്കെ മുടിയനായ പുത്രൻ്റെ കഥ നമുക്ക് വെളിവാക്കി തരുന്നുണ്ട്. അവൻ റിപ്പൻറ്റ് ചെയ്തു. തന്നെയുമല്ല, അവൻ്റെ ഫാദർ വിഷമിച്ചിരിക്കുന്നത് കൊണ്ട്, അവൻ്റെ അപ്പനോട് അവൻ പാപം ചെയ്തുകൊണ്ട് തിരിച്ചു ചെന്ന് അപ്പനോട് ക്ഷമ ചോദിക്കണമെന്നും അവൻ്റെ ഉള്ളത്തിൽ അവന് ബോധ്യമുണ്ടായി. അവൻ്റെ അപ്പൻ്റെ സ്വഭാവം അറിയായിരുന്നു. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ചെല്ലും, എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെല്ലുമെന്ന് പറഞ്ഞത്. അപ്പൻ്റെ സ്വഭാവം അറിയായിരുന്നു. മർക്കടമുഷ്ടിയായിരുന്ന അപ്പനായിരുന്നെങ്കിൽ, കോപം വെച്ചുകൊണ്ടിരിക്കുന്ന അപ്പനായിരുന്നെങ്കിൽ ഒരിക്കലും ഇവൻ തിരിച്ചു പോകത്തില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്താൽ നാം എല്ലാം ദൈവത്തെ കണ്ടെത്തിയവരാ, പുത്രനായ യേശു ക്രിസ്തുവിലൂടെ, അല്ലേ? നമ്മുടെ പിതാവാം ദൈവത്തിന് ഒരു വ്യത്യാസവും ഇന്നും വന്നിട്ടില്ല. ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാനും ആ ദൈവത്തോട് ഒന്നുകൂടെ പറ്റിച്ചേർന്നിരിക്കാനും തക്കവണ്ണം മനസ്സ് വെക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുമോ? റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. റോമൻസ് ചാപ്റ്റർ 6:13. അതിങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ച് കൊള്ളുവിൻ. സ്തോത്രം. ചിലർ ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കും, പക്ഷെങ്കിൽ ഒന്നും തന്നെ അനുസരിക്കാറില്ല. എന്നാൽ നമ്മുടെ കേസൊന്നും അങ്ങനല്ല, അല്ലേ? നമ്മളങ്ങനെ അല്ലല്ലോ. കോടാവോടി ജനങ്ങളുള്ളിടത്ത്, അനേക സഹോദരന്മാരും സഹോദരിമാരും ഉള്ളിടത്ത്, യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവത്തിൻ്റെ വലിയ വെളിപ്പാട് ഇപ്പോഴും ദൈവത്തിനൊന്ന് സമർപ്പിച്ചു കൊടുക്കുവാനോ, ഹൃദയം തുറന്ന് യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിപ്പാനോ മനസ്സില്ലാതെ പല വിധത്തിൽ നശിച്ചുകൊണ്ടിരിക്കുക. അവർ മടിക്കുക, അവർ ഹെസിറ്റേറ്റ് ചെയ്യുക, അല്ലേ? നമുക്കിങ്ങനെ പറയാം, അവർ ഡിലേ ചെയ്യുക, അവർ വെച്ച് താമസിപ്പിക്കുക. കാരണം അവിടെ സെൽഫാണ് ഉയർന്നു നിൽക്കുന്നത്. അതിനോട് അവർ കീഴ്പ്പെട്ടിരിക്കുക.
ദൈവമക്കളെ, ഒരു ട്രാജഡിയിൽ ചെന്ന് ജീവിതം പെടരുതേ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം അവനെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് ദൈവത്തോട് പറ്റിച്ചേർന്നുള്ള ജീവിതത്തിലേക്ക് നാം മടങ്ങി വരണം. വാസ്തവമായി രക്ഷയുടെ അവസ്ഥ എന്താണെന്ന് നാം മനസ്സിലാക്കണം. പാപത്തിൽ നിന്ന് നാം വേർതിരിഞ്ഞ് വരണം. നമ്മുടെ ആ സെൽഫിഷ് മനുഷ്യനുണ്ടല്ലോ, നമ്മുടെ ആ സിൻഫുൾ മനുഷ്യനുണ്ടല്ലോ, അവൻ പാപത്തിനാൽ മുഴുകിപ്പെട്ട് ഒന്നുകൂടെ കീഴോട്ട് പോയി നശിച്ചു പോകാതെ വണ്ണം കരം പിടിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കി ആ ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ തക്കവണ്ണം ദൈവമക്കളെ നാം ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ അവയവങ്ങളെ ഒന്നും പാപത്തിന് അടിമകളായി തീരുവാൻ നാം വിട്ടുകൊടുക്കരുത്. സഹോദരപ്രീതി നിലനിൽക്കട്ടെ എന്നാണല്ലോ എബ്രായ ലേഖനത്തിൽ നാം കാണുന്നത്. ആ സഹോദരപ്രീതി ഒരു ക്രിസ്ത്യൻ വേർച്യുവാണ്. മറ്റുള്ളവരും രക്ഷ പ്രാപിക്കണമെന്ന് നമുക്കൊരാഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഇഫ് വി ആർ റൈറ്റ് വിത്ത് ഗോഡ്, ദൈവത്തോട് അകന്ന് ജീവിക്കുന്നവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ നമുക്ക് അവരോടൊരു സ്നേഹമുണ്ടോ? ബ്രദർലി ലവ്, ലെറ്റ് യുവർ ബ്രദർലി ലവ് കണ്ടിന്യൂ എന്നാണ് എബ്രായ ലേഖനകർത്താവ് പറയുന്നത്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ നെവർ സ്റ്റോപ്പ് ലവിങ് വൺ അനദർ ഇൻ ദ ലോർഡ്. ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ മേൽക്കുമേൽ വർദ്ധിച്ചു വരണം. നമ്മൾ അവരുടെ ഗുണം നോക്കിയല്ല അവരെ സ്നേഹിക്കുന്നത്. ഫോർ ജീസസ് സേക്ക് നാം വെറുക്കാതെ അവരെയൊക്കെ സ്നേഹിപ്പാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കണം. അത് ഒരു ക്രിസ്ത്യൻ വേർച്യു ആണ്. നമ്മൾ ഫിലിപ്പിയ ലേഖനം നോക്കുമ്പോൾ ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 13 and 14 ഇങ്ങനെ പറയുന്നു. ഫിലിപ്പിയർ 3:13-14 സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു മുമ്പിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. കുഞ്ഞെ, ദൈവത്തിൻ്റെ വഴിയിൽ കൂടി നടക്കുന്നൊരു വ്യക്തിയെ എങ്ങനെയെങ്കിലും ഡിസ്കറേജ് ചെയ്ത് പുറകോട്ട് കൊണ്ടുപോകാൻ, വലിച്ചു താഴെയിടുവാൻ നോക്കുന്നത് പിശാചിൻ്റെ വലിയ ട്രിക്കാണ്. ആദ്യകാലം മുതൽ തന്നെ പിശാച് നമ്മുടെ എനിമിയാണ് അല്ലേ? നമുക്ക് നമ്മുടെ കണ്ണുയർത്തി ദൈവത്തിൻ്റെ വിശ്വസ്തതയെ നോക്കണം. നാം നമ്മിൽ തന്നെ നോക്കാനും നമ്മുടെ ചുറ്റുപാടുകളെ നോക്കിയിരിക്കാനും ഇടയാകരുത്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് ഒരു പ്രോഗ്രസ് വേണ്ടേ? വിശ്വാസത്തിൽ ശക്തിപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. അതിന് നാം ദൈവത്തിലും ദൈവവചനത്തിലും കൂടുതൽ ആശ്രയിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, അവർ ലോർഡ് ഈസ് മോർ ദാൻ ഏബിൾ ടു ടേക്ക് കെയർ ഓഫ് അവർ പാസ്റ്റ്. ഹി പാർഡൻസ്, അവൻ ക്ഷമിക്കും. ഹി പാർഡൻസ് ഇൻസ്റ്റൻ്റ്ലി, ഉടനെ അവൻ ക്ഷമിക്കും. forgives completely, പൂർണ്ണമായിട്ട് അവൻ ക്ഷമിക്കും. ആൻഡ് ഹിസ് ബ്ലഡ് മേക്സ് us worthy, നമ്മെ മൂല്യമുള്ളവരാക്കുന്നത് ഞാൻ പറയട്ടെ ആ യേശുവിൻ്റെ രക്തമാണ്. ആ പുണ്യാഹ രക്തമാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത്. യേശുവിലുള്ള ആ നന്മ അതെത്ര അത്ഭുതകരമായിട്ടുള്ളതാണെന്നറിയാമോ? തീർച്ചയായിട്ടും ഈ ലോകത്തിൽ നമ്മെ ചേർത്ത് പിടിക്കാൻ ഒരുക്കമുള്ളവനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകെട്ടുകൾ നാം ഈ നാളിൽ ശ്രദ്ധിക്കണം. ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളവരെ ചേർത്ത് പിടിക്കുവാൻ നമുക്കും കഴിയണം. മടങ്ങി വരവിൻ്റെ ഒരു വലിയ കാലഘട്ടമായി ഇത് തീരട്ടെ. അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാൻ, ക്രിസ്തുവിന് പ്രയോജനമുള്ളവരായി തീരുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ദൈവത്തോടുള്ള ബന്ധം ആവോളം ഉറപ്പിട്ട് നിലനിർത്തുവാൻ തക്കവണ്ണം ദൈവവചനത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, ആത്മാവിൽ ശക്തിപ്പെട്ട് ജീവിപ്പാൻ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ലവോദിക്ക സഭയെപ്പോലെ ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനാണെന്ന് പറഞ്ഞിരിക്കുവാനല്ല. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ വരുമ്പോഴൊക്കെയും നമ്മുടെ കുറവുകളെ കണ്ടുപിടിച്ച്
അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ തക്കവണ്ണം എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെയും ദൈവം സഹായിക്കട്ടെ. കണ്ണുകളുടെക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഉയരത്തിലേക്ക് നോക്കുന്നു. പിതാവാം ദൈവമേ, നീ നിൻ്റെ പുത്രനെ തന്ന് ഹാബേലിൻ്റെ രക്തത്തെ കഴിഞ്ഞ് ഗുണകരമായി സംസാരിക്കുന്ന ആ പുണ്യാഹ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തെങ്കിൽ ആ രക്തത്തിൻ്റെ വില ഞങ്ങൾ മനസ്സിലാക്കി ഒരു വിശുദ്ധ ജീവിതം ഞങ്ങൾ നയിപ്പാനും അനേകരെ ആ ക്രിസ്തുവിലേക്ക് ആകർഷിപ്പിക്കാനും എല്ലാം നീ ഞങ്ങളെ ഉപയോഗിക്കുമാറാണോ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.